അമീബിക് മസ്തിഷ്ക ജ്വരം അപകടകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മരണങ്ങളും സംഭവിക്കുന്നു. എന്താണ് ഭാവി എന്നുള്ള കാര്യത്തിൽ ആരോഗ്യവകുപ്പും ആശങ്കയിലാണ്. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം പ്രൊഫസറായിരുന്ന ഡോക്ടർ ജയകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. ഈ കേസുകൾ വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ ഒരു മാസത്തിനിടയിൽ 5ഓളം ആളുകൾ മരിക്കുന്നു. ഒപ്പം തന്നെ 10ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലും കഴിയുന്നു. ഇത് വലിയൊരു ഭീഷണിയാണോ യഥാർത്ഥത്തിൽ? അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ ഇത് ഫസ്റ്റ് കണ്ടു തുടങ്ങിയത് 2016 ശേഷമാണ്. ഈ പ്രത്യേകതര അമീബ സാധാരണ കുറച്ച് ചൂടുള്ള വെള്ളത്തിലാണ് ഉണ്ടാകുന്നത്. ചൂടുള്ള വെള്ളത്തിൽ സാധാരണ മറ്റു ബാക്ടീരിയകളൊന്നും അതിജീവിക്കില്ല. അപ്പോൾ ഒരു കാരണം ഈ ചൂട് കൂടാൻ കാരണം ഗ്ലോബൽ വാർമിംഗ് എന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ജസ്റ്റ് 25 തൊട്ട് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള വെള്ളത്തിലാണ് ഇത് അതിജീവിക്കുന്നത്. മഴക്കാലത്ത് നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എല്ലാ വെള്ളവും തമ്മിലെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് പോരായിട്ട്. ഈ മിക്സ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജലാശയങ്ങളൊക്കെ മലിനപ്പെട്ടിട്ടുണ്ട് കൂടുതലായിട്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ അമീബ ഇപ്പോൾ ഉണ്ടായതല്ല, ഇതിനെ കണ്ടുപിടിച്ചിട്ട് 1965 കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ അമീബയുള്ളത്. ഈ അമീബ കൂടാതെ പലതരം അമീബയിൽ ഒന്ന് മാത്രമാണ് ഇത്. 400ഓളം അമീബകളുണ്ട്. ഇത് പൊടി പടലങ്ങളിലൂടെയും ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അമീബയും ഉണ്ടെന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഈ പ്രൈമറി ആയിട്ടുള്ള സാധനം നമ്മുടെ മൂക്കിലൂടെ മാത്രമേ അകത്ത് ചെയ്യുന്നു. നമ്മൾ ഈ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ആ വെള്ളം മൂക്കിലകത്ത് എന്ന് മാത്രം മൂക്ക് വഴിയാണ്, നെറു വഴിയാണ് തലച്ചോറിലെത്തുന്നത്. മറ്റേ അമീബ, എക്കാന്തമീബ എന്നുള്ള കുറച്ച് 4 5 സീരിയലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ അമീബകൾ നമ്മുടെ തൊലിപ്പുറത്തോടെയും അല്ലെങ്കിൽ കണ്ണിലുള്ള കോർണിയയിലൂടെ, നമ്മുടെ കോൺടാക്ട് ലെൻസ് വെക്കുന്ന അതിലൂടെയും ചെറിയ മുറിവുകളിലൂടെയും തൊലിയിലൂടെയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വെള്ളത്തിൻ്റെ ശുചിത്വം തന്നെയാണ്. മുങ്ങിക്കുളിക്കുക, ഇതുപോലെ കാര്യങ്ങൾ, സ്വിമ്മിംഗ് പൂൾ, സാനിറ്റേഷൻ, ഇതുപോലത്തെ കാര്യങ്ങളാണുള്ളത്. അത് ഒഴുക്ക് വെള്ളത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവില്ല, അല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആണ് ചെയ്യാനുള്ളത്. ഇതിന് മെഡിസിൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ചില മരുന്നുകളുണ്ട്, മിൽറ്റിഫോസിൻ, മറ്റുള്ള മരുന്നുകളുണ്ട്, അഫോട്ടോറിസിൻ എന്നൊക്കെ മരുന്നുകളുണ്ട്. ഈ മരുന്ന് കൊടുത്താൽ തന്നെ മരണസാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആസ്ട്രേലിയയിൽ നിന്നാണ് ഈ മരുന്ന് മിൽറ്റിഫോസിൻ എന്ന് പറഞ്ഞ മരുന്ന് സാധാരണ കൊടുക്കുന്ന മരുന്ന് കൂടാതെ മറ്റൊരു മരുന്ന് ഇറക്കുമതി ചെയ്തിട്ട് അത് കൊടുത്ത് ട്രയൽ നോക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് അത് പരീക്ഷണനോട് തെളിയിക്കപ്പെട്ടുള്ള മരുന്നല്ല. 10, 30, 40 കൊല്ലമായിട്ട് ഇത് അറിയപ്പെടുത്തുള്ള 1000 താഴെ കേസുകൾ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടായെന്നുള്ള കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങളും കൂടെ ആവശ്യമുണ്ട്. ഈ എൻഡമിക്കായി മാറുന്നത് വളരെ ആശങ്കാജനകമല്ലേ? മനുഷ്യരിൽ രോഗം ഉണ്ടാക്കുന്ന വളരെ റെയറായിട്ട് എൻട്രി റേറ്റ് മാത്രമേ ഹിസ്റ്ററിയിലുള്ളൂ ഈ മെഡിക്കൽ സയൻസിൻ്റെ ചരിത്രത്തിൽ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ പടർന്നു പിടിക്കുന്നുള്ള ആശങ്ക വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ എനിക്ക് പറയാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ മാത്രം പ്രവർത്തനങ്ങൾ പോരാ. ഇതിൻ്റെ അകത്ത് ജലവകുപ്പ് വേണം, പഞ്ചായത്ത് വേണം, സോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ബാക്കി ജനങ്ങളുടെ ലോക്കൽ പഞ്ചായത്തുകളുടെ സഹകരണത്തോട് മാത്രമേ ഇതിനൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം. നമ്മളുടെ ജലാശയങ്ങൾ മലിനപ്പെട്ടു പോയിരിക്കുന്നു. ഇതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.